ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ അരിപ്പൊടി കലക്കിയിട്ട് അങ്ങനെ നമ്മൾ നീർദോശ ഒക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പൊ അതിന് പകരം ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ദോശയാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ സാധാരണ നൈസ് അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസിന്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഒരു ഗ്ലാസ് അരിപ്പൊടി ഞാനിതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ തേങ്ങ കുറച്ചിങ്ങനെ നീളമായിട്ട് ചിരവുമല്ലോ, അങ്ങനെയല്ല, ഇതുപോലെ ചെറുതായിട്ട് ചിരകി എടുക്കുക കേട്ടോ തേങ്ങ. അപ്പൊ അങ്ങനെ ചേർക്കുമ്പോഴാണ് നമുക്ക് ദോശ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുക. അപ്പോൾ ദാ ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ മതിയാകും കേട്ടോ. ഒത്തിരി ഇങ്ങോട്ട് തേങ്ങ ഇട്ട് കൊടുക്കണ്ട. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ തേങ്ങ ഒന്നിങ്ങനെ കടിക്കാൻ കിട്ടും. ആ രീതിക്ക് മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചുമന്നുള്ളിയാണ്. ചെറിയ ഉള്ളിയില്ലേ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 10-12 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയായിരുന്നു നല്ലോണം കേട്ടോ. അപ്പോൾ ഒരു 12 എണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. അതൊന്നും ഇങ്ങനെ വട്ടത്തിൽ നമ്മൾ കനം കുറച്ച് അരിയില്ലേ, അങ്ങനെ അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതൊന്ന് കലക്കി എടുക്കണം. അപ്പോൾ അതിന് ആദ്യം ഞാനിത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറേശ്ശെ ആയിട്ടൊന്ന് കലക്കി കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കട്ടായിട്ട് ഉണ്ടാവരുത്. നല്ലോണം നമുക്കിത് കലക്കി എടുക്കണം. നമ്മൾ മിക്സിയിലൊന്നും ഇനി അരക്കുന്നില്ല. അപ്പൊ അതിന്റെ പേരിൽ നന്നായിട്ട് തന്നെ കട്ടയൊക്കെ നല്ല കലങ്ങി വരണം കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അതും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് ആ ഒരു പൊടി ഒന്ന് കലക്കിയെടുക്കാം. അപ്പൊ ആ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ മുഴുവനും ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള പൊടിയുടെ ഇതിനനുസരിച്ച് ഇരിക്കൂട്ടോ നമുക്ക് വെള്ളത്തിന്റെ അളവ്. ഇപ്പൊ ഞാൻ എടുത്ത ആ ഒരു അരിപ്പൊടി ആവില്ല ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്നത്. അപ്പൊ എനിക്ക് ഇത്രത്തോളം വെള്ളം വേണ്ടി വന്നുവെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയല്ല, അത് ചിലപ്പം കൂടുതലാവും വേണ്ടി വരിക, ചിലപ്പം കുറവായിരിക്കും. അപ്പൊ അത് നമ്മുടെ പൊടിക്കനുസരിച്ച് ഇരിക്കൂട്ടോ വെള്ളത്തിന്റെ അളവ്. നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ലോണം ഒരു ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആയി കിട്ടണം. അതുവരെയാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ വെള്ളത്തിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ രീതിക്ക് എടുക്കുക. അപ്പം ഞാൻ 3 ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് ചുട്ടെടുക്കുമ്പോൾ നോക്കിയാൽ മതി. നമുക്ക് കനം കൂടുതലുണ്ട് അല്ലെങ്കിൽ വെള്ളം കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഈ ഒരു പാകത്തിന് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ്ട ഈ രീതിക്കാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. കണ്ടല്ലോ, നല്ലോണം ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ വേണ്ടേ. അപ്പൊ ഇനി ഇത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കട്ടി കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഞാൻ വെള്ളം ചേർക്കും. അപ്പൊ ഞാൻ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ദോശ നമുക്ക് ഇതുപോലെ ദോശക്കല്ലിൽ ചുട്ടെടുക്കുമ്പോഴാണ് സൂപ്പർ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ പാനിൽ ഉണ്ടാക്കുന്ന പോലെ അല്ല, ദോശക്കല്ലിൽ നമ്മൾ എണ്ണയൊക്കെ തടവി ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പൊ ദോശക്കല്ല് നല്ലോണം ചൂടായിരിക്കുന്ന സമയത്ത് വേണം കേട്ടോ നമുക്ക് ഈ ഒരു മാവ് കോരി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ മാവ് ഞാൻ കോരി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കട്ടിയായിട്ട് തോന്നി. അപ്പം ഞാൻ കുറച്ചും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മാവ് ഇങ്ങനെ ഇരിക്കുമ്പോഴും ചിലപ്പോൾ പൊടി ഒന്ന് കട്ടിയായിട്ട് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ചില അരിപ്പൊടികൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കട്ടി തോന്നുമ്പോഴൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചതായിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പം നല്ല നമുക്ക് മൊരിയിപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ദോശ വൈകുന്നേരം വരെ ഇരുന്നാലും ഒട്ടും ഹാർഡായിട്ട് പോവൊന്നുമില്ല. നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെയാവും കേട്ടോ. അപ്പം ഞാൻ അടുത്തതും എണ്ണയൊക്കെ തടവിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താ, നിങ്ങളുടെ ദോശക്കല്ലിൽ ഏതാണോ പറ്റണ വെച്ചെങ്കിൽ ആ ഒരു ഓയിൽ തടവി കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടല്ലോ. അപ്പൊ അത് ഉണ്ടാക്കി വരുന്നതിനിടക്ക് ഇപ്പൊ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്നുകൂടെ കട്ടിയായിട്ട് വരും മാവ്. അപ്പൊ വീണ്ടും ഒരു ഇത്തിരിയും കൂടെ വെള്ളം ഒഴിക്കുക. ഫസ്റ്റ് തന്നെ ഒന്നാകെ വെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുക്കരുത് കേട്ടോ. അപ്പൊ ഇതും ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ ഈ ദോശക്കല്ലിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു നെറ്റ് പോലെ നമുക്ക് കിട്ടണം. നമുക്ക് വലദോശ പോലെ വരണം അത് കേട്ടോ.
അപ്പോഴാണ് നമ്മളുടെ ഈ വെള്ളം ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ദോശ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അല്ലെങ്കിൽ വേവാത്തത് പോലെ ഉണ്ടാവും നമ്മുടെ ആ ഒരു ദോശ കേട്ടോ. കണ്ട ഇതുപോലെ നമുക്ക് കിട്ടണം, നിറയെ ഹോളൊക്കെ ആയിട്ടുള്ള അങ്ങനെ ആയിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അടുത്തത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റൊക്കെ മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദോശ റെഡി ആയിട്ട് വരും, കണ്ടല്ലോ. അപ്പോൾ ഇനി മുഴുവനായിട്ടും ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ മുഴുവൻ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് ഇടയ്ക്കൊക്കെ വെള്ളം കുറവ് തോന്നുമ്പോൾ 2 ടീസ്പൂൺ വെള്ളം വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോഴും ഒത്തിരി അങ്ങോട്ട് വെള്ളം ഗ്ലാസ്സിൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. തുള്ളി തുള്ളിയായിട്ടേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നമുക്ക് വെള്ളം കറക്റ്റ് ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു പാനിൽ നല്ല എന്താ പറയുക, ഇങ്ങനെ കട്ടിയില്ലാണ്ട് നമുക്ക് ഇതുപോലെ കനം കുറഞ്ഞിട്ടുള്ള ദോശ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ ദോശ നമുക്ക് കട്ടിയായി പോകും, പിന്നെ വേവാത്തത് പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ദോശ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ അരച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു ദോശയിൽ ചെറിയ ജീരകം ചേർക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മക്കളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. കാരണം അവർക്ക് ഒത്തിരി ഇഷ്ടമാവും രാവിലെ. അപ്പോൾ ദോശയൊക്കെ കഴിക്കാത്ത മക്കളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കാണെങ്കിലും ഇതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് ഇടയ്ക്ക് കഴിക്കുമ്പോൾ ആ ഒരു ഉള്ളിയും തേങ്ങയും ഒക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വെറുതെ കലക്കിയിട്ട് പൊടി വെറുതെ കലക്കി നമ്മൾ നീർദോശ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി റെസിപ്പികൾ നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദോശയും സ്നാക്സും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.